സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഇന്ന് ഞാൻ ഒരു മിനി അയ്യപ്പ ക്ഷേത്രത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ബാ, നമുക്ക് ആ അയ്യപ്പ ക്ഷേത്രം ഒന്ന് കാണാം. എല്ലാവർക്കും സുഖമല്ലേ? ബാ. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കുന്നങ്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ്, മിനി അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്ന സുഹൃത്തുക്കളെ. നമുക്ക് മണ്ഡലമാസമാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു അയ്യപ്പ ക്ഷേത്രത്തെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇവിടെ ഒരുപാട് ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ കുന്നങ്കാട് ക്ഷേത്രം. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഈ കുന്നങ്കാട് ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുള്ള ഒരു അമ്പലമാണ്, ഒരുപാട് സത്യമുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിലും 18 പടിയുണ്ട്. ആ 18 പടിയാണ് ഈ കാണുന്നത്. ഈ 18 പടിയും 21 ദിവസം നൊയമ്പെടുത്തെങ്കിൽ മാത്രമേ ഈ 18 പടി കയറാൻ പറ്റുള്ളൂ. അല്ലാതെ വരുന്നവർക്കെല്ലാം പിന്നിലൂടെ ഒരു വഴിയുണ്ട് ക്ഷേത്രം സന്ദർശിക്കാൻ. നമുക്ക് ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പോവാം. വരും. നമ്മുടെ പൊന്നുകുട്ടം സ്വാമിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അധിപനാണ് ആള്. അപ്പം സ്വാമി ഈ ക്ഷേത്രത്തിനെ കുറിച്ച് 2 വാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്താണ് സ്വാമി പറയാനുള്ളത് പ്രേക്ഷകരോ സുഹൃത്തുക്കളോ? ക്ഷേത്രത്തിനെ കുറിച്ച്, ഈ ക്ഷേത്രം പണിതെടുത്തതിന് തൊട്ടു മുമ്പായിട്ട് 93-ലാണ് ചെറിയൊരു ഭജനമഠം പണിത്. ഭജനമഠം പണിത് 2012 വരെ ഭജനമഠത്തിലായിരുന്നു. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയായിരുന്നു അയ്യപ്പ മഹോത്സവം നടത്തി വന്നത്. 92-ന് ശേഷം 2012 എത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മിനി ശബരിമല ക്ഷേത്രം പണിയാനുള്ള ഒരു ആലോചന ഉണ്ടാവുകയും പിന്നെ അതിനെക്കുറിച്ച് ഒരു രൂപകൽപ്പന ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നെ അത് ജ്യോതിഷപ്രകാരവും ആലോചിച്ചപ്പോൾ അത് ദേവന് ഹിതമാണെന്ന് തോന്നി അങ്ങനെ പ്ലാൻ ചെയ്തതാണ് മിനി ശബരിമല ക്ഷേത്രം. 2012-ല് പണി തുടങ്ങുകയും 2012 ലാസ്റ്റ് അതിന്റെ എല്ലാ പണികളും കഴിച്ച് പഞ്ചലോഹ വിഗ്രഹത്തോടു കൂടി പ്രതിഷ്ഠ നടത്താനും സാധിച്ചു. മുൻ ശബരിമല മേൽശാന്തിമാരും അതുപോലുള്ള ഒരുപാട് ഗുരുവരന്മാരുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത്. ഒരുപാട് ഐതിഹ്യങ്ങളെ കുറിച്ച് ഈ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ നാട്ടുപ്രദേശങ്ങളിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് അയ്യപ്പ ക്ഷേത്രത്തെ കുറിച്ച് ഈ 18 പടിയെ കുറിച്ച് എന്തോ ഒരു സത്യമുണ്ടെന്ന് പറയാം. എന്താണ് 18 പടികളെ കുറിച്ച് പറഞ്ഞാല്, ഇപ്പോ ശബരിമല സന്നിധാനത്ത് 50 വയസ്സിന് ശേഷമുള്ള മാളികപ്പുറങ്ങൾക്കാണ് 18 പടി കയറാനുള്ള അവകാശം. അവിടുത്തെ നിയമം അല്ലെങ്കിൽ ദേവന്റെ ഇതങ്ങനെയാണ്. അപ്പോ അതിന് മുൻപുള്ള മാളികപ്പുറങ്ങൾക്ക് മുഴുവൻ 18 പടി കയറി ഒരു ദർശനം നടത്താൻ സാധിക്കുന്ന വിധം ദേവനോട് ആലോചിച്ച് ദേവന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ അതിന്റെ ഉത്തരവോടു കൂടിയാണ് നമ്മളിത് എല്ലാവർക്കും 18 പടി കയറാൻ വേണ്ടി 21 ദിവസത്തെ വ്രതം ആലോചിച്ചത്. എല്ലാവർക്കും ആ 18 പടി കയറാൻ 21 ദിവസത്തെ വ്രതേ മലയപ്പുറങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ 21 ദിവസത്തെ വ്രതം കിട്ടിയാൽ 18 പടി കയറാനുള്ള ഒരു അവസരമാണ് നമ്മൾ ക്ഷേത്രം ഉത്ഭവിപ്പിക്കുമ്പോൾ തന്നെ ആലോചിച്ചത്. അപ്പൊ ഈ 18 പടി പിന്നെ എങ്ങനെയാണ് നല്ല വ്രതത്തോട് വേണം വരേണ്ടത്, അതോ സാധാരണക്കാർക്കൊക്കെ കയറാൻ പറ്റില്ല? 21 ദിവസത്തെ വ്രതം അത്യാവശ്യമാണ്. വ്രതം എടുക്കുന്ന ആൾക്കും ദേവന് മാത്രമാണ് അറിയാം. അപ്പൊ നമ്മൾ 21 ദിവസം വ്രതം വേണമെന്ന് തന്നെ പറയാ. 21 ദിവസം എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയാ. അത് എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെതായ ദോഷവശം അവർക്ക് ഉണ്ടാവും. അങ്ങനെ ദൈവത്തെ പറ്റിക്കാൻ പാടില്ല. അപ്പൊ ഈ 21 ദിവസത്തെ വ്രതം ഇല്ലാതെ വരുന്നവർക്ക് ഏത് വഴിയിൽ പോകാൻ പറ്റും? 21 ദിവസത്തെ വ്രതം ഇല്ലാതെ വരുന്നവർക്ക് ഇതിൽ തന്നെ പോയാൽ ക്ഷേത്രത്തിന്റെ ബാഗിൽ കൂടെ 2 സ്റ്റെയറുണ്ട്. അപ്പൊ ആ ഒന്ന് കാണിച്ചു തരുമോ ക്ഷേത്രം? ഇതാണ് മൂലസ്ഥാനം അല്ലേ? മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് 1993-ല് ഉണ്ടായിരുന്ന ഭജനമഠത്തിന്റെ അന്ന് ഫോട്ടോ ആചരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. 93-ല് ആദ്യം ഇതായിരുന്നു അല്ലെ? ഈ സ്ഥലമായിരുന്നു. പൊളിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും അത് അവിടെ അങ്ങനെ ആ സ്ഥലത്തെ നമ്മൾ സങ്കല്പിച്ച് മൂലസ്ഥാനം. ഇപ്പോഴും മാലയിടല് അതുപോലുള്ള ചടങ്ങുകൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിന് വെച്ചാണ് ചെയ്യാറുള്ളത് അല്ലെ? ഒരുപാട് അയ്യപ്പ ക്ഷേത്രത്തിന് ഈ സമയം ശബരിമലയുടെ സമയം അല്ലാത്ത സമയത്തും നല്ല തിരക്കുണ്ടാവും. എപ്പോഴും അത്യാവശ്യം ആളൊക്കെ ഉണ്ടാവും അല്ലെ? ഇവിടെ അന്നദാനമോ മറ്റു കാര്യങ്ങളോ ഉണ്ട്? അന്നദാനം ഉണ്ട്, ഗംഭീരമായിട്ടുള്ള അന്നദാനം. ദിവസമല്ല, അന്നദാനം ഇവിടെ ഉത്സവത്തിന് മാത്രമാണ്. ഉത്സവത്തിന് വർഷം എത്തുമ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാല് നമ്മള് ഡിസംബറില് 2ാമത്തെ വ്യാഴം മുതൽ ഞായറാഴ്ച വരെ, അല്ലെങ്കിൽ അതായത് വൃശ്ചിക മാസത്തില് ലാസ്റ്റ് വ്യാഴം മുതൽ ഞായറാഴ്ച രാവിലെ വരെ ആണ് ഇവിടുത്തെ ഉത്സവം അല്ലെ? അപ്പൊ ഏകദേശം ഒരു 10,000 ആളിൽ കൂടുതൽ അന്നദാനം കഴിച്ചു പോകും അല്ലെ? ഇതാണ് ഇവിടെയാണ് വന്ന് മറ്റുള്ളവർ വന്ന് തൊഴുവാൻ. കാരണം നമ്മുടെ മേലത്തേക്ക് തൊഴാൻ പോണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ
മാളികപ്പുറങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മുദ്ര നിറച്ചിട്ടാണ് കയറുക. അല്ലാണ്ട് വെറുതെ കയറാൻ പറ്റില്ല ഉള്ളിലേക്ക് അല്ലേ? നെയ്യിന്റെ അംശം വേണം. മറ്റുള്ള അവിടേക്ക് കയറി പോകുമ്പോൾ നമുക്ക് സാധാരണ ക്ഷേത്രത്തിലേക്ക് മറ്റ് ദർശനത്തിന് വരുന്നവര് പോകുന്ന വഴിയാണ് സ്വാമി നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ അപ്പുറത്തെ 18 പടി 21 ദിവസത്തെ വ്രതം ഉണ്ടെങ്കിൽ മാത്രമേ ആ പടിയിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പറ്റൂ. അല്ലാതെ വരുന്ന ഭക്തർക്കെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റെപ്പ് വഴിയാണ് കടന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇതിലാണ് വഴി അല്ലേ? ഒരുപാട് കാണാനുണ്ട്. വളരെ സുന്ദരമായ ഒരു ക്ഷേത്രമാണ് ഈ കുന്നങ്കാടിലെ ഇങ്ങനൊരു ക്ഷേത്രം. ഞാൻ അപൂർവത്തിൽ പെട്ടെന്നൊന്ന് അറിയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞത്. വളരെ സന്തോഷമുണ്ട് സ്വാമി ഈ ക്ഷേത്രം നേരിട്ടൊന്ന് വന്ന് കാണാൻ പറ്റിയതിൽ. എല്ലാ അയ്യപ്പ ഭക്തരും ഈ ക്ഷേത്രം നമ്മളെ ഈ വടക്കഞ്ചേരി മിനി മംഗലം പാലത്തൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ശരാശരി ഒരു 3-3.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ മിനി അയ്യപ്പ ക്ഷേത്രത്തിലും വരണം. മിനി ശബരിമല അതെ, മിനി അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് മിനി ശബരിമല തന്നെയാണ്. ആ മിനി ശബരിമലയിൽ വരണം. ഇതാണ് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം. സ്വാമിയെ ശരണം അയ്യപ്പ. അയ്യപ്പന്റെ മിനി അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ആദിമൂല ഗണപതി. അതുപോലെ നമ്മുടെ ഗണപതി വിഗ്രഹം ഉണ്ട്. ഗണപതി ഭഗവാനാണ്. എല്ലാ മുട്ടും തീർത്തു തരാൻ ഗണപതി ഭഗവാനും അടുത്തുണ്ട്. അയ്യപ്പ ബുദ്ധസ്വാമിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. സുഹൃത്തുക്കളെ കണ്ടല്ലോ, മണ്ഡല മാസത്തിൽ ഈ അയ്യപ്പ ക്ഷേത്രം, ഈ മിനി ക്ഷേത്രം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാ അയ്യപ്പ ഭക്തരും അല്ലേ ഒന്ന് വന്ന് ഈ മിനി ശബരിമലയെ വന്ന് കണ്ട് തൊഴുതു പോകണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അയ്യപ്പനെ വേണ്ടി ഒരു ലൈക്കും ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഏകപ്രതീക്ഷയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.